KPCC പ്രസിഡന്റ് കെ സുധാകരനെ തൽസ്ഥാനത്തു നിന്ന് മാറ്റുമെന്ന അഭ്യൂഹങ്ങൾക്ക് ഇന്നലെ കൊണ്ടാണ് വിരാമമായത്. ഏതാനും ദിവസങ്ങളായി സുധാകരന്റെ പകരക്കാരനെ തേടി മാധ്യമങ്ങൾ അലയുകയായിരുന്നു. എന്നാൽ ഇന്നലെ കേരളത്തിലെ മുതിർന്ന നേതാക്കളെയെല്ലാം ഡൽഹിക്ക് വിളിപ്പിച്ച് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും അടങ്ങുന്ന ദേശീയ നേതൃനിര ചർച്ച നടത്തിയപ്പോൾ തൽഫലമായി ഉരുത്തിരിഞ്ഞ ആശയം എന്ന് പറയുന്നത് സുധാകരനെ തൽക്കാലം മാറ്റേണ്ടതില്ല എന്നതാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം ഈ തീരുമാനത്തെ സഹർഷം സ്വാഗതം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇത് മാത്രമായിരുന്നില്ല ഇന്നലത്തെ ചർച്ചകളുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. നേരെ മറിച്ച് മുൻപ് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് അവതരിപ്പിക്കുവാൻ കഴിയാതെ പോയ അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയായ മിഷൻ 2026 അല്ലെങ്കിൽ മിഷൻ 65 എന്താണെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വിശദീകരിക്കുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു എന്ന് മാത്രമല്ല, മിഷൻ 2026മായി അല്ലെങ്കിൽ മിഷൻ 65യുമായി മുന്നോട്ട് പോകുവാൻ രാഹുൽ ഗാന്ധി VD സതീശന് അനുവാദം കൊടുത്തു എന്നാണ് കോൺഗ്രസിന്റെ ഉള്ളറ വർത്തമാനങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ എന്താണ് മിഷൻ 2026 അല്ലെങ്കിൽ മിഷൻ 65? VD സതീശന്റെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് 100 സീറ്റുകൾ നേടി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അധികാരത്തിലെത്താൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതിൽ കോൺഗ്രസിന് 65 സീറ്റുകൾ വരെ നേടാമെന്നും സതീശൻ വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളെയും A, B, C എന്നീ കാറ്റഗറികളിലായി തിരിച്ചാണ് സതീശൻ തന്റെ കണക്കുകൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. നിലവിലുള്ള 21 സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ 44 സീറ്റുകൾ കൂടി കോൺഗ്രസിന് കേരളത്തിൽ നിന്ന് നേടാൻ കഴിയുമെന്നാണ് VD സതീശന്റെ കണക്ക്. അതിൽ A കാറ്റഗറി മണ്ഡലങ്ങൾ എത്ര, B കാറ്റഗറി മണ്ഡലങ്ങൾ എത്ര എന്നും അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് വ്യക്തമാക്കി. ഇനി കോൺഗ്രസ് 65 സീറ്റുകൾ നേടിയാൽ UDF എങ്ങനെ 100ലേക്ക് എത്തുമെന്നും സതീശൻ വ്യക്തമാക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് സതീശന്റെ കണക്കിൽ 24 സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 3 മുതൽ 4 സീറ്റുകൾ വരെ നേടാൻ കഴിയുമെന്നും RSPക്ക് 2 സീറ്റുകൾ നേടാൻ കഴിയുമെന്നുമാണ് സതീശന്റെ അവകാശവാദം. ഇതുകൂടാതെ CMPക്ക് 1 സീറ്റ്, മാണി C കാപ്പന് 1 സീറ്റ്, കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന് 1 സീറ്റ്, KK രമ പ്രതിനിധാനം ചെയ്യുന്ന റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിക്ക് 1 സീറ്റ്, അതുപോലെ PV അൻവർ UDFിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് 1 സീറ്റ്. ഇങ്ങനെ 100 മുതൽ 101 സീറ്റുകൾ വരെ UDF നേടുമെന്ന ആത്മവിശ്വാസമാണ് VD സതീശൻ പ്രകടിപ്പിക്കുന്നത്. ഈ സീറ്റുകൾ ഏതൊക്കെയാണെന്നും കോൺഗ്രസ് വിജയിക്കുന്ന സീറ്റുകൾ ഏതൊക്കെയാണ്, കോൺഗ്രസും ഘടകകക്ഷികളുമായി വെച്ചുമാറേണ്ട സീറ്റുകൾ ഏതൊക്കെയാണ്, കോൺഗ്രസ് ഘടകകക്ഷികളിൽ നിന്ന് ഏറ്റെടുക്കുന്ന സീറ്റുകൾ ഏതൊക്കെയാണ്, മുസ്ലിം ലീഗ് വിജയിക്കുന്ന സീറ്റുകൾ ഏതൊക്കെയാണ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വിജയസാധ്യതയുള്ള സീറ്റുകൾ ഏതൊക്കെയാണ്, CMPക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ ഏതൊക്കെയാണ്, RSPക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ ഏതൊക്കെയാണ്, മാണി C കാപ്പൻ പാലായിൽ നിന്ന് എങ്ങനെ വിജയിക്കും, അനൂപ് ജേക്കബ് പിറവത്ത് നിന്ന് എങ്ങനെ വിജയിക്കും, KK രമയുടെ വടകരയിലെ വിജയസാധ്യതകൾ എത്രത്തോളമാണ്, ഇതെല്ലാം വളരെ വിശദമായി തന്നെ സതീശൻ വിലയിരുത്തുകയും ശാസ്ത്രീയമായി നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സുപ്രധാന കണക്ക് കൂടി VD സതീശൻ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് CPMന് ഉണ്ടാകാൻ പോകുന്ന തകർച്ചയും അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്കിലുള്ള ചോർച്ചയുമാണ്. സതീശന്റെ കണക്കുകൂട്ടലുകൾ പ്രകാരം CPMന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളായിരുന്ന ഇഴവ വോട്ട് ബാങ്കിൽ വലിയ കടന്നുകയറ്റം നടത്തുവാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJPയുടെ വളർച്ച എന്ന് പറയുന്നത് കേരളത്തിൽ കോൺഗ്രസിനെ ആവില്ല, മറിച്ച് CPMനെ ആകും തകർക്കുക എന്നും സതീശൻ വിലയിരുത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ കൃത്യമായി പറഞ്ഞാൽ VD സതീശൻ വിലയിരുത്തുന്ന വിജയസാധ്യതയുള്ള സീറ്റുകൾ ഏതൊക്കെയെന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഒരു വീഡിയോ രൂപത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട്. അതുവരെ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. തുടർന്നും ഞങ്ങളുടെ രാഷ്ട്രീയ വിശകലനങ്ങൾ കാണുന്നതിനായി കേരള സ്പീക്സിന്റെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.